ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലസ് യു ആൻഡ് എസ് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ നമ്മൾ നേരത്തെ പോയത് ഇവിടെ തേക്ക് മ്യൂസിയം. അവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത റോഡ് പൊയ്ക്കൊണ്ടിരിക്കുക. അത് ഒരു വ്ളോഗായിട്ട് ഇടാനാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതിലാണ് വന്നത്. നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുക. റോഡ് പണി നടക്കും, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അവിടുന്ന് എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം ഒന്ന് ഇച്ചിരി മുന്നോട്ട് ഇങ്ങോട്ട് നീക്കി നിർത്തിയത്. അതെ, നമുക്കിനി ഇവിടുന്ന് ഇപ്പോൾ പോകേണ്ടത് 41 മിനിറ്റ് ഓട്ടോ. ഇപ്പം 11:17 ഇനി 11:58 നമ്മൾ അടുത്ത എത്തും. നമ്മൾ ഒരു പാലത്തിൻ്റെ മേളിൽ അവിടെ പേര് എഴുതി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ പേര് ശ്രദ്ധിച്ച് മറന്നു പോയി. മയിലാടിപ്പാട് എന്തോ പാലമാണ് ഇത്. നമ്മളതേ ഇതാ ഇവിടെ എന്തോ മോര് കുടിക്കാൻ നിർത്തിയതാണ്. അതേ പിള്ളേരുടെ ഇവിടെ ഞാൻ മോരൊക്കെ കുടിച്ച്. നിങ്ങളുടെ പേരെന്തുവാ? ആ പയ്യന്മാരെയൊക്കെ കണ്ട് അവിടുന്ന് മോരൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് ഫോറസ്റ്റ് ഏരിയ ഇത്. നമ്മൾ മൊത്തം ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ എടുത്തിട്ടാണ് പറയുന്നില്ല ഫോറസ്റ്റ്. നമ്മളിത് റബ്ബർ തോട്ടത്തിനുള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വലിയൊരു കാടിനുള്ളിലൂടെ നമ്മൾ വന്നായിരുന്നു. അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നീങ്ങി. ഇപ്പോൾ റബ്ബർ തോട്ടം. ഇവിടെ ഒന്നും ആരും ഇല്ല. മൊത്തം വിചരിപ്പിച്ച സ്ഥലമൊന്നും ഉണ്ടോ? ആരും ഇല്ല. ഇതുണ്ടോ പച്ചപ്പും. ഇതേ നല്ല രസമുണ്ട്. ഇത് അതുണ്ടോ മൊത്തം ഉള്ളിലോട്ട് നമ്മളിനി അത് കയറാനുള്ള അങ്ങോട്ട്. അവിടെ ഫുള്ള് മലനിര അങ്ങുണ്ട്. ഇവിടെ ഫുള്ള് ഓഫ് റോഡും കയറ്റം ഇറക്കൊക്കെയാണ് ഫുള്ള്. ഇത് വണ്ടി കയറി വരുന്നു. നല്ല കയറ്റം വരുന്നുണ്ട്. ഇവിടെ കണ്ട് ഇത് നല്ല ഇറക്കമുണ്ട്. ഇവിടുന്ന് വണ്ടി ഉരുണ്ടങ്ങ് പോവുക. ഞാൻ ബ്രേക്ക് വിട്ട് വണ്ടിയുടെ അടുത്ത കയറ്റം നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി ഉണ്ട് കയറ്റത്തിൽ നിൽക്കുക വണ്ടി. അത് ഭയങ്കരമായിട്ട് ടൈറ്റ് തോന്നി. എനിക്ക് വലിക്കുന്നില്ലാത്ത പോലെ തോന്നി. അപ്പോൾ നോക്കിയപ്പോഴാണ് ബ്രേക്ക് കുറഞ്ഞായിരുന്നു. അപ്പം അതങ്ങ് വീണ്ടും ബാക്കി ചവിട്ടി അത് കയറി ടൈറ്റായി. അങ്ങനെ അതായി വലിക്കാത്ത. ഞാൻ കുറേ നേരം നല്ല രീതിയിൽ കൈ കൊടുത്തിട്ടും ഫസ്റ്റ് എത്രയൊക്കെ ഇതാക്കിയിട്ടും വണ്ടി ഭയങ്കരമായിട്ട് ടൈറ്റ്. നോക്കിയപ്പോഴാണ് ഇവിടെ ഇതിൻ്റെത് ഇങ്ങനെ കണ്ടേ. അല്ലാണ്ട് എൻ്റെ കയ്യിലിത് സ്പാനർ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് നല്ല ലൂസാക്കിയത്. ജീപ്പ് കയറി പോകുന്നുണ്ടോ? നമ്മൾ നോക്കട്ടെ ഇനി ഇത് സെറ്റായോ നോക്കാം. ഞാനവിടെ വേറെ ആളോട് ചോദിച്ചപ്പോൾ അവർ ഇനി നല്ല കയറ്റമാണെന്ന് പറഞ്ഞു. കയറി മേളിൽ ഒരു ടൗൺ കിട്ടും. അവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ കാണിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോവുക. ഇതുണ്ട് നല്ല കയറ്റമാണ് അങ്ങോട്ട്. ഇനി നല്ല കുത്തനെ ഉള്ള കയറ്റം കയറി വരും. പക്ഷേ വണ്ടി അങ്ങോട്ട് വലിക്കുന്നില്ല മുന്നോട്ടേ. ഭയങ്കരമായിട്ട് ടൈറ്റ്. ബ്രേക്കിൽ ഫ്രണ്ട് ഡിസ്പ്ലേ ടൈറ്റായിട്ടിരിക്കുക. ഇതുണ്ടോ മലമുകളിൽ കയറിക്കൊണ്ടിരിക്കുക. നല്ല കയറ്റമാണ്. വണ്ടി ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ട് താഴത്തെ ബ്രേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക. നല്ല ഇറക്കവും കയറ്റവും കയറിക്കൊണ്ടിരിക്കുക. അതേപോലെ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കൊല്ലൻ്റെ വർക്ക്ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ മേളിൽ അത് ഇവിടുന്ന് നല്ല കയറ്റമുണ്ട്. ഇതിന് അങ്ങൂന്ന് ഇറങ്ങി വന്നത് അത്. ഇതുണ്ടോ ഇത് നമ്മുടെ വണ്ടി എല്ലാം ഈ കോലമായി. ഇതുണ്ടോ മൊത്തം പൊടിയായി. ഓഫ് റോഡ് കയറിയതാ. ഇവിടുന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനപ്പോൾ ഇനി ആ വർക്ക്ഷോപ്പിലെ ആളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ നോക്കാം. ഞാൻ നടന്ന് മേളോട്ട് കയറുക. ഇവിടെ വന്ന് നമ്മുടെ വണ്ടി പൊതഞ്ഞു പോയത്. ഇതുണ്ടോ എൻ്റെ ഷൂ ഒക്കെ കണ്ടത്. വണ്ടിയിലോ അങ്ങ് വെച്ച് അവിടെ നിന്ന്
മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഒരു താഴെ ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചത് പറഞ്ഞ് ഇവിടെ മേളിൽ ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷെ വണ്ടി അവിടെ നിന്ന് ഇത്ര ഇങ്ങോട്ട് കയറുന്നില്ല. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല, വലിക്കുന്നില്ല വണ്ടിയെ. അപ്പോൾ നടന്ന് മേളിലോട്ട് കയറുക. ഇവിടെ അദ്ദേഹം മേളിലുണ്ടെന്നാണ് വിശ്വാസം. അവിടുന്ന് താഴേന്ന് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഇവിടെ ചെന്ന് ചോദിച്ച് വണ്ടി റെഡിയാക്കാൻ നോക്കാം, പറഞ്ഞു നോക്കാം ശരിയാക്കി തരുമെന്ന്. പക്ഷെ നമ്മളിത് ഇവിടെ സ്ഥലം അദ്ദേഹത്തിൻ്റെ വീട് ഇതാന്ന് തോന്നുന്നു. അതെ, അവിടെ ചോദിച്ചു നോക്കാം, നമുക്ക് ഒരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നിപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ഇപ്പോൾ വരാം, സ്പാനറും സാധനമൊക്കെ എടുക്കാൻ പോയി. ഇവിടെ നല്ല തണുത്ത കാറ്റ്, നല്ല സുഖമുണ്ട്. ഇത് ഞാൻ അണ്ണനെ വിളിച്ചുകൊണ്ട് വന്ന് താഴെ ഇറങ്ങി. ഇതുണ്ട് വണ്ടിയുടെ പോലെ വണ്ടി നോക്കാൻ പോവാം. ഇത് നോക്കുന്നുണ്ട്, എന്താ ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട്. ഈ വണ്ടി ഉണ്ട് മൊത്തം പൊടി. അതായത് ഈ കയറ്റം കയറാൻ ഓക്കെ അങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞു. അത് നമ്മൾ കയറി, നമ്മൾ പിന്നെ ഓഫ് റോഡ് എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് കയറൽ നടന്നില്ല. പകുതി വരെ ചെന്നു, പിന്നെയും മേളിൽ ഒത്തിരി കയറാനുണ്ടായിരുന്നു. പ്രശ്നം പറ്റിയ അതിൻ്റെ ഓയിൽ ചെറുതായിട്ട് ലീക്കായതിൻ്റെ പക്ഷേ അത് മാറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ട് എന്തോന്നുള്ളത്. പിന്നെ ഈ മല കയറുന്നല്ലേ അതിൻ്റെയും വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. പക്ഷെ ഇപ്പം വണ്ടിയൊക്കെ റെഡിയായി, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുണ്ടോ മല, നമ്മളിവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടി ഇപ്പം നേരത്തെ ഇത് ഒക്കെ കുറഞ്ഞ് ഇപ്പം ഇച്ചിരി ഫ്രീ ആയി വണ്ടി. അപ്പോൾ ഇത് നമ്മളിത് അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ അപ്പം നമ്മൾ ലൊക്കേഷനിലെത്തി, വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് കയറാൻ പോവാം. നമ്മളപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പോകല്ലെന്ന് പറഞ്ഞു. അവിടെ ആനിമൽസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാ നമ്മൾ പോകുന്ന ഇന്ന് കയറിയപ്പോഴേ പറഞ്ഞേ ഒരുപാടങ്ങ് ഉള്ളിലോട്ട് പോകില്ല, അവിടെ ഈ ജീവികളൊക്കെ കാണുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ ലൊക്കേഷൻ ഉണ്ട്. ഉണ്ട് ഇത് ആളുകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് കുളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് കഴുകണം. പാമ്പ് എല്ലാം അവിടുന്ന് വെള്ളം വീണേണ്ടത് വെള്ളം പൊടി. ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് പാൻറ്റും ഷൂവിൻ്റെ ഒന്ന് ക്ലീനാക്കാം. അത് ചെയ്തിട്ട് കാലൊക്കെ കഴുകി മൊത്തം പാൻറ്റും എല്ലാം കഴുകി മൊത്തം പൊടിയായതേ. ഷൂ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് അതുണ്ട. നമ്മളിത് ഈ മല കയറി ഇവിടെ കാണാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞാൻ അത് കയറി ഇത്ര സൈഡിൽ കൂടെ കയറി ഇങ്ങനെ വന്നത്. ഇതുണ്ട് വെള്ളം. ഒന്നാമത്തെ മേളിലെത്തി. ഇവിടെ വെള്ളം കയറുന്നുണ്ട്. ഞാൻ കാലൊന്നും ഇട്ടിട്ട് തിരിച്ചതായിട്ടിറങ്ങി. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ, തിരിച്ച് താഴോട്ട് പോകണം. ഒരാവേശത്തിന് വലിഞ്ഞ് കയറി. ഇനി
ഇത് തിരിച്ചിറങ്ങണം ഇവിടെ. അങ്ങോട്ട് പോയിട്ടോ. ഞാൻ ദൈവം അവിടുന്ന് തിരിച്ച് കയറി വണ്ടിയുടെ അടുത്ത് വന്ന് നമുക്ക് ഇവിടുന്ന് ഇനി പോവാം. താക്കോലൊക്കെ ഇട്ടായിരുന്നു, എടുക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി മൊത്തം പൊടിയാണ്, നല്ല രീതിയിൽ പൊടിയുണ്ട്. താഴെ എവിടെയെങ്കിലും ചെന്ന് വണ്ടി ഒന്ന് കഴുകണം. ഇതും കൂടി ഇങ്ങനെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇനി കഴിക്കണം എന്തെങ്കിലും. ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. അവിടുന്ന് നീങ്ങിയിപ്പം വേറൊരു സ്ഥലത്ത് വന്നു. ഞാൻ നമ്മുടെ വണ്ടി ഉണ്ടോ മൊത്തം കൂടി റൈഡിങ്ങൊക്കെ ഉള്ളത്. ടിക്കറ്റൊക്കെ എടുത്തത് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പാട്ടൊക്കെ വെച്ചപ്പോണ്ട് നമുക്കിനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതുണ്ടോ ഇവിടെ ഈ റൈഡിങ്ങൊക്കെ ഉണ്ട്. ഇതുണ്ട് സൈക്കിൾ റൈഡിങ്, വെള്ളത്തിലൂടെ കയാക്കിങ്, അങ്ങനെ കുറേ വളരെ പിള്ളേർ സൈക്കിൾ എടുത്തതിൽ അതുണ്ടോ. വെള്ളത്തിലൂടെ പോകുന്നത് നമ്മൾ അടുത്ത വന്ന സ്ഥലം അഡ്വഞ്ചർ പാർക്ക്. ഇത് 22+ അങ്ങനെ അത്രയും അഡ്വഞ്ചേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും കറങ്ങി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിൽ എനിക്ക് ഇതിനകത്തൊക്കെ കയറാൻ പേടിയാണ്, പിന്നെ ജസ്റ്റ് വീഡിയോ എടുക്കാമല്ലോ, അതിന് കുഴപ്പമില്ല. പിന്നെ എനിക്കിനി അങ്ങോട്ട് ഞാനിനി ചിലപ്പോൾ വീഡിയോ മാത്രം എടുത്തിട്ട് വോയിസ് ഓവർ പിന്നീട് കൊടുക്കാൻ, കാരണം അവിടെ പാട്ടിട്ടേക്കുന്നത് നമുക്ക് കോപ്പിറൈറ്റ് വരും. ആരെയൊന്നും നിൽക്കുന്നുണ്ടോ? നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയതേ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് എന്താ ഓഗി മൗണ്ടെയിൻ കക്കാടംപൊഴി. നമ്മളിതേ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ഫോറസ്റ്റിനകത്ത് വരുന്നത് ഫുൾ ഓഫ് റോഡാണ്. ഇത് ഇതേപോലുള്ള റോഡാണ് ഫുൾ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ല റിസ്ക്കുള്ള റോഡാണ്. നേരത്തെ കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്ന റോഡായിരുന്നു നേരത്തെ ഇനി ഇതേ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങണം. ഇനി രണ്ട് ഇതേ പതുക്കെ പോകുന്നു. നമ്മളിതേ അവിടുന്ന് ഇച്ചിരി കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഒരു വണ്ടി കയറി വരുന്നുണ്ട്, അതിൻ്റെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ പോകുന്നത് നമ്മളും വേണ്ട. അപ്പോൾ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തി. ഇവിടെ നിർത്തിയാൽ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാൻ വേണ്ടി ഇപ്പം കിട്ടി. ഡെസ്റ്റിനേഷൻ നോക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതായിരുന്നു. നമ്മൾ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെ ഫോറസ്റ്റിലായിട്ടത് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണമെങ്കിൽ പോകാൻ. നമ്മൾ തിരിച്ച് അടുത്ത ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റിനകത്ത് ഞാനത് ഇത് കുടിക്കാൻ ബൂസ്റ്റ് കുടിക്കാൻ നിർത്തി. ഇവിടെ ഒരു കട എന്തെങ്കിലും വേണ്ടി. നമ്മളിപ്പോൾ അത് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി.
കനോലി എന്തുവാ ഫോറസ്റ്റ് ആയത്. ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. നമ്മളിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ്. പാർക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെങ്കിൽ അറിയത്തില്ലെങ്കിലും ഉണ്ട്. അവിടെ പാർക്ക് അല്ല, അങ്ങോട്ട് പോവായിരുന്നു. അങ്ങോട്ടേ ഇതിനകത്തൂടെ പോവുക. അതുകൊണ്ട് എന്തൊക്കെയോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രക്തചന്ദനം. ഇതിനകത്തൂടെ ഉള്ളിലോട്ട് ഫോറസ്റ്റിൽ നടന്ന് ഒരുപാട് പോകാനുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ല. എന്തുവാ 4:30 ഇവിടെ അടയ്ക്കുകയും ചെയ്യും. അതിന് മുന്നേ ഇത്രയും ദൂരം നമ്മൾ നടന്ന് പോയിട്ട് വരണം. അത് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടിപ്പം തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോകാം. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കണം, അല്ലെങ്കിൽ തിരിച്ച് റൂമിലോട്ട് പോകണം. നമ്മളങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. വണ്ടി നല്ല അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് നമ്മൾ റൂമിലോട്ട് വന്ന് ഇരുന്ന് ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഇനി ഇവിടെ അങ്ങോട്ട് പോകണം. ഇനി അടുത്ത യാത്രയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ, ബൈ.